ഭയങ്കര മോശം അഭിപ്രായമുള്ള അവനെ പറ്റിയിട്ട്. ആ വൃത്തികെട്ടവനാണ്, തറയാണ്. സുരേഷ് ഗോപി മീഡിയ വണ്ണിന്റെ ഒരു റിപ്പോർട്ടറെ തലരാടി ചെല്ലുന്നു. സുരേഷ് ഗോപിയൊക്കെ ഇലക്ഷൻ നിന്ന കാലം മുതൽ മാടമ്പിയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആളാവാൻ വരരുത്, എന്റെ അടുത്ത് ആളാവാൻ വരരുത്. സിനിമയിലുള്ള കാലത്തൊന്നും സുരേഷിയുടെ മനസ്സിൽ മാടമ്പിയില്ല. ഞാനും അദ്ദേഹത്തോടൊപ്പം സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ മാടമ്പിത്തരമൊക്കെ ഈ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞപ്പോ സുരേഷ് ഗോപി സ്വയം ഞാനൊരു മാടമ്പിയാണ്, പൂണൂലിട്ട് എനിക്ക് അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്ന് പറഞ്ഞയാളാണ് അദ്ദേഹം. എനിക്ക് മുന്നിലുള്ളത് പ്രജകളാണ്, നാട്ടുകാരാണ്, വോട്ടേഴ്സാണ്. എനിക്ക് മുന്നിലുള്ളത് പ്രജകളാണ്, നാട്ടുകാരാണ്, വോട്ടേഴ്സാണ്. ഇനി എനിക്ക് വേറൊരു സംശയം തോന്നുന്നത്, സുരേഷ് ഗോപി ഇടയ്ക്ക് ഒരു ദിവസം പറഞ്ഞിരുന്നു 30 വയസ്സുള്ള ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച് അവളുടെ മണം ഊറ്റി വലിച്ചെടുത്തേനെ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഒരിക്കൽ. എനിക്കൊരു 30 വയസ്സായ പെൺകുട്ടിയെയും കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ച് ഞെക്കി അവളുടെ മണം വലിച്ചെടുക്കുന്ന ഉമ്മ വയ്ക്കാനുള്ള കൊതിയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത വെപ്രാളമാണ്. എന്തിനാണത് മനസ്സിലാവുന്നില്ല. തനിക്ക് തന്നെ ഇത് കുരുക്കാവുമോ എന്നൊരു പേടി ചിലപ്പോൾ സുരേഷ് ഗോപി കാണുമായിരിക്കും. പച്ചയ്ക്ക് പറഞ്ഞാൽ എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അയാളുടെ പേരെങ്ങാനും ഇനി ഏതെങ്കിലും കാരണവശാൽ എവിടെയെങ്കിലും വന്നു പോയെങ്കിലോ? ഇനി നീ എങ്ങാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രശംസയുടെ കാര്യം എന്താണ്? എടോ, കണ്ണി ചോരയില്ലാത്തോണ്ട് തനിക്കറിയോ, ഞാൻ 3 ദിവസമായി പല്ല് കഴിച്ചിട്ട് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് അതിനെങ്ങനെയാ ഉറങ്ങാൻ കിടക്കുമ്പോ താൻ എന്റെ മുമ്പിൽ ഭൂതം പോലെ വന്ന് നിൽക്കല്ലേ? അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്. ലങ്ക എന്ന് പറഞ്ഞൊരു സിനിമ കേരളത്തിൽ നടന്നു. ലങ്ക, സുരേഷ് ഗോപിയാണ് എന്റെ നായകൻ. സുരേഷ് ഗോപി ആ സിനിമയിൽ നിന്ന് രായ്ക്ക് രാമാനം 2 ദിവസം മുങ്ങി ഇവിടുന്ന്. അതിന്റെ സംവിധായകനായ AK സന്തോഷിനും ആ യൂണിറ്റിലുള്ള എല്ലാ ആളുകൾക്കും അറിയാം എങ്ങോട്ടാണ് മുങ്ങിയതെന്നും എന്തിനാണ് മുങ്ങിയതെന്നും എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെന്നും. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അതൊക്കെ അറിയാവുന്ന സിനിമാക്കാർ ഇവിടെയുണ്ട്. നമ്മുടെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കറിയാം എന്തിനാണ് ആ സുരേഷ് ഗോപി എന്ന് മുങ്ങിയതെന്നും ആ പോയതെന്നുമുള്ള കാര്യങ്ങളൊക്കെ. കഥ ഞാൻ പറഞ്ഞു തരാം. അത് തന്നെയാണ് എനിക്ക് കേൾക്കേണ്ടതും. സ്ത്രീകളെ സീതയായിട്ടാണ് ആ മനുഷ്യൻ കാണാറ്. അതുകൊണ്ട് തന്നെ പരസ്യമായി കെട്ടിപ്പിടിച്ചാലോ നിറവയറിൽ തടവിയാലോ ആർക്കും വിരോധം തോന്നാത്ത 100% സദ്ഗുണസമ്പന്നായ മര്യാദരാമനാണ്. ഒരു യുവ സംവിധായകൻ രാഷ്ട്ര പുനർനിർമ്മാണത്തിനുള്ള ഒരു കഥ സിനിമയാക്കാൻ തീരുമാനിച്ചു. ആ സിനിമയിൽ ഈ മര്യാദരാമനെ നായകനാക്കി. 6 മണിക്ക് ഞാൻ റെഡി എന്നാണ് തലേദിവസം പോയപ്പോൾ മര്യാദരാമൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ അയാളെ ആരും വിളിച്ചില്ല. ദേഷ്യപ്പെട്ടാലോ 6 മണിക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. നേരം വെളുക്കുന്നിടം മുതൽ മര്യാദരാമനെ കാണാനില്ല. രാമു ഇതെവിടെ പോയി കിടക്കുക? പോലീസിൽ പരാതി കൊടുത്താലോ എന്നായി ചിലർ. 6 അടി 3 ഇഞ്ച് പൊക്കവും 2 കടുവയ്ക്ക് തിന്നാനുള്ള ചതയുമുള്ള അയാളെ ആക്കും പൊക്കിയെടുത്തണമെന്ന് പോവാക്കില്ലെന്നേ. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അപ്പൊ പിന്നെ ഈ മര്യാദരാമൻ ഇവിടെ പോയി എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു വിഷമവൃത്തത്തിൽ സംവിധായകൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. എടുത്തു നോക്കുമ്പോൾ ഈ മര്യാദരാമന്റെ ഫോണാണ്. സത്യം പറ, നിങ്ങൾ എവിടെയാ? നിങ്ങളുടെ കൺവട്ടത്ത് നിന്ന് 1000കണക്കിന് കിലോമീറ്റർ അകലെയാണ് ഇപ്പൊ ഞാനും ശ്രേയ, അങ്ങ് ദൂരെ. ഞാൻ സത്യമാ പറഞ്ഞത് സംവിധായക, ഞാൻ ഇനി പോന്നു, മറ്റന്നാ വരാം. എൻ്റെ വീട്ടിൽ നിന്ന് ആരും നിങ്ങളെ വിളിക്കുമെന്ന് തോന്നില്ല. അഥവാ ഇനി നമ്മുടെ സെറ്റിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ ഞാൻ സെറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ മതി ചേട്ടാ, എങ്ങും പോയെന്ന് പറയണ്ട എന്ന് പറഞ്ഞ് മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ അയാൾ ഫോൺ കട്ട് കളഞ്ഞു. I feel something fishy. വീട്ടുകാർ വിചാരിക്കുന്നത് ലൊക്കേഷനിൽ തകർത്തഭിനയിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളി ഗൾഫിൽ നിൽക്കുക, മനസ്സിലായ? സിനിമ. ഒരു പുതിയ പെൺകുട്ടി സിനിമാ രംഗത്തേക്ക് വന്നു. ഈ കടുവേര തടിയും 6 അടി പൊക്കമുള്ള അയാളുടെ എന്തോ വാചകത്തിൽ ആ കുട്ടി വീണുപോയി. ചാക്കിലായി അയാളുടെ. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത് പ്ലീസ്. മകളുടെ പ്രായമേ ഉള്ളൂവെങ്കിൽ പോലും
കെട്ടിക്കോളാമെന്ന് പറഞ്ഞ വാക്കിൽ എവിടെയോ ആ കുട്ടി വീണു. ആ കുട്ടി വീഴാൻ പാടില്ലായിരുന്നു. കാരണം അയാൾക്ക് ഭാര്യയും 1.5 മക്കളും ഉണ്ടല്ലോ എന്ന് ആലോചിക്കണ്ടായിരുന്നു. എന്തോ എങ്ങനെയോ ആ കുട്ടി വീണു. ലുക്കിലല്ല അതോ വർക്കിലാണ് കാര്യം. ചക്കരെ മോളെ മരുമോളെ എന്നൊക്കെ വിളിച്ച് ആ സുന്ദരിക്കുട്ടിയെ അയാൾ പാട്ടിലാക്കി. ചോദിച്ചാൽ കുഴപ്പമാകുമെന്ന് കരുതിയാ ചോദിക്കാത്തത്. ചോദിച്ചോട്ടെ. നിനക്ക് അയാളെ കിട്ടിയുള്ളോ? അയാൾക്ക് 2 പിള്ളേർ, ഒരു ഭാര്യയും സുന്ദരിയായ ഒരു ഭാര്യ ഉള്ളതല്ലേ എന്നൊന്നും ആരും ആ കുട്ടിയോട് ചോദിച്ചുമില്ല. അത് പൂർത്തിയാക്കാനുള്ള അവസരം കൊടുത്തുമില്ല. ഒന്ന് എണ്ണം എടുത്തോട്ടെ. 1 2 3 4 5 ഒരെണ്ണം തേടി കാണും. ആ ഉള്ളതിനെ കൊണ്ട് പോകാം. നിന്നെ ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുമ്പ് വെച്ച് തന്നെ താലി കെട്ടി ഔദ്യോഗികമായി എൻ്റെ ഭാര്യയാക്കി കൊള്ളാമെന്ന് ആ കൊച്ചിന് ഉറപ്പ് കൊടുത്തു. അതന്നത്തെ ചോരത്തിളപ്പിന്. പക്ഷേ ഭഗവാന്റെ മുന്നിൽ വെച്ച് താലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഹോട്ടൽ റൂമിലെ മുറിയിൽ വെച്ച് ജീവിതം ആരംഭിച്ചു. പടം തീരുന്നത് വരെ ഒന്നിച്ചായിരുന്നു പൊറുതി. രാവണൻകോട്ടയിലെ ചിത്രീകരണം തീർന്നപ്പോൾ പെങ്കൊച്ച് അച്ഛനും അമ്മയും താമസിക്കുന്ന ഗൾഫിലേക്ക് പറന്നു. അപ്പോഴും അവൾ വിശ്വസിച്ചു. ഒരു ഭാര്യയും ഈ 2 പിള്ളേരും ഉണ്ടെങ്കിൽ ഇയാൾ എന്നെയും കൂടെ, കാരണം ഇനിയും കൂടെ പോറ്റാനുള്ള ശേഷിയുണ്ടല്ലോ. ആ കുട്ടിയാണെങ്കിലും നല്ല കാശുള്ളൊരു വീട്ടിലെ കുട്ടിയാണ്. ആണും പെണ്ണായിട്ടൊന്നല്ലേ ഉള്ളൂ. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ, മതിലോ. ദിവസമുള്ള സൊള്ളലുകൾക്കിടയിൽ അവൾ മര്യാദ രാമനോടൊരു കാര്യം പറഞ്ഞു. നാളെ മുതൽ 2 നാൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാവില്ല. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലുള്ളൂ, ഗൾഫിലെ വീട്ടിലുള്ളൂ. കേൾക്കേണ്ട താമസം, ഷൂട്ടിങ്ങും പുല്ലും ഒക്കെ അവിടെ ഇട്ട് സിനിമയുടെ എന്തൊരു ആൾവാർത്തയെന്ന് ആലോചിച്ച് നോക്കി. ഷൂട്ടിങ്ങും എല്ലാം ആൾക്കൂട്ടും ബഹളവും ഫയർ പോലീസും ഒക്കെ വെച്ചാണ് നാളെ ഷൂട്ട് ചെയ്യണമെന്നൊന്നും അയാൾ ഓർത്തൊന്നുമില്ല. പെണ്ണല്ലേ, കിളുന്ത് പെണ്ണല്ലേ. അയാൾ പറന്ന് ഗൾഫിലെ വീട്ടിലെത്തി, UAE വീട്ടിലെത്തി. എനിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് വിളയാട്ടം എന്ന് പറഞ്ഞ കണക്ക് അമ്മയ്ക്ക് പേറ്റുന്ന വരുമ്പോഴാണ് അവന്റെ IPL. ലക്ഷങ്ങൾ നഷ്ടമാക്കി ചിത്രീകരണം നിലയ്ക്കുമ്പോൾ മര്യാദ രാമൻ മണലാരണ്യത്തിൽ യുവമിഥുനങ്ങളെ പോലെ ഹണിമൂൺ പോലെ ആഘോഷിക്കായിരുന്നു. പക്ഷേ മലയാളി പോട്ടന്മാർ ഇപ്പോഴും കരുതുന്നത് മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല മര്യാദ രാമൻ ഈ മഹാനാണ് എന്നാണ്. ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് വിഷം മേടിച്ചത് എന്റെ പോക്കറ്റിലുണ്ട്. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ അത് തന്നെ തിന്നും. അതായത് ആ നിർമ്മാതാവിനുണ്ടായ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ആര് സഹിക്കും എന്ന് സുരേഷ് ഗോപി ചിന്തിച്ചില്ല. ഒന്നത്, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കൈകൾ ശുദ്ധമാണെന്ന് ഞാൻ ഇങ്ങനെ പറയില്ല. ഈ ഹൃദയം ശുദ്ധമാണ്. ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും ദ്രോഹിക്കുകയുമില്ല. എന്ത്? എങ്ങനെ? കൈകൾ ശുദ്ധമാണെന്ന് ഞാൻ ഇങ്ങനെ പറയില്ല. ഈ ഹൃദയം ശുദ്ധമാണ്. ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല, ഒരാളെയും ദ്രോഹിക്കുകയുമില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത വെപ്രാളമാണ്. എന്തിനാണത് മനസ്സിലാവുന്നില്ല. തനിക്ക് തന്നെ ഇത് കുരുക്കാവുമോ എന്നൊരു പേടി ചിലപ്പോൾ സുരേഷ് ഗോപി കാണുമായിരിക്കും. പച്ചയ്ക്ക് പറഞ്ഞാൽ ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം.